നമസ്കാരം. അഭ്യംഗ സ്നാനം, എണ്ണ തേച്ച് കുളി, ഇതിനെക്കുറിച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട വിഷയം, നമ്മളിൽ ചിലരെങ്കിലും ഈ അഭ്യംഗ സ്നാനം ചെയ്യുന്നവരുണ്ട്, എണ്ണ തേച്ച് കുളി ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നവരുണ്ട്, മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നവരുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. അതിനാൽ തന്നെയാണ് ഭൂരിഭാഗം രോഗങ്ങളും പിടിപെടുന്നത്. എണ്ണ തേച്ച് കുളി ശീലമാക്കി കഴിഞ്ഞാൽ ഇന്നുള്ള കുട്ടികളെയെങ്കിലും ശീലിപ്പിക്കുക. കാരണം ഈ ശീലം വളർത്താൻ ഭയങ്കര പാടാണ്. ഒരു ശീലം നാം ശീലിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനും പ്രയാസമാണ്. അതാണല്ലോ പണ്ടത്തെ ആൾക്കാർ, ഇങ്ങനെ അച്ഛൻ ഇതുവഴിയേ നടക്കത്തുള്ളൂ, ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഈ ചെയറിലേ ഇരിക്കുകയുള്ളൂ, ഈ ചമ്മറം പണിഞ്ഞിരുന്നേ ഊണ് കഴിക്കുകയുള്ളൂ. ശീലമാണ്. ശീലം സർവത്ര വൈധനം, വിദേശേഷു വിദ്യാധനം, വ്യസനേഷു ബുദ്ധിർധനം, പരലോകേ ധനം ധർമ്മം, ശീലം സർവത്ര വൈധനം. എല്ലാ സ്ഥലത്തും ധനമായി വർത്തിക്കുന്നത് ശീലം തന്നെയാണ്. ചെറുപ്പം മുതൽക്കേ കുട്ടികളെ എണ്ണ തേച്ച് കുളി ശീലിപ്പിക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശീലിപ്പിക്കുക. ഇതിൽ മനസ്സിൽ വെക്കേണ്ട 5 കാര്യങ്ങളാണ്. 5 കായണം എന്ന് പഴമക്കാർ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് വയറ് കാഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് ആഹാരം കഴിക്കരുത്, ആഹാരം കഴിക്കാതെ വയറൊഴിഞ്ഞു കിടക്കുക എണ്ണ തേച്ച് കുളിക്കുമ്പോൾ എന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ടില്ല. വയറ് കായുക എന്നുള്ളത് മനസ്സിലായി. അടുത്തത് വെയിൽ കായുക എന്നുള്ളതാണ്. എണ്ണ തേച്ചിട്ട് വെയിലിലിരിക്കുക, ഇല്ലെങ്കിൽ വെയിൽ സമയത്ത് വെയിലുള്ളപ്പോൾ തന്നെ അഭ്യംഗ സ്നാനം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ്. രാത്രി എണ്ണ തേച്ച് കുളിക്കരുത് എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. വെയിൽ കായണം. അപ്പോൾ നല്ലവണ്ണം സൂര്യൻ പ്രകാശിക്കുമ്പോൾ എണ്ണ തേച്ച് നമുക്ക് കുറച്ച് നേരം വെയിലിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ വെയിലുള്ളപ്പോൾ സ്നാനം ചെയ്യണം. ഞാൻ അപ്പാർട്ട്മെൻറ്റിലാണ്, അതിനകത്ത് വെയിൽ വരത്തില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറയരുത്, നിർബന്ധമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെയാണ്, വെയിലുള്ളപ്പോൾ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ള മെസ്സേജായിട്ട് ഏവരും എടുക്കുക. മൂന്നാമത്തേത് എണ്ണ കായണം എന്നുള്ളതാണ്. എണ്ണ കായണം, അതായത് കാച്ചിയ എണ്ണ തന്നെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് പേർ കാച്ചാതെയുള്ള എണ്ണ കാച്ചാതെ പച്ചയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, നല്ലെണ്ണ തേച്ച് കുളിക്കുന്നവരുണ്ട്, പച്ച വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നവരുണ്ട്. അപ്പോൾ പൊതുവേ എണ്ണ കായണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. കാരണം എണ്ണ കാച്ചുമ്പോൾ അതിനകത്ത് നാം കറിവേപ്പില ഇടാറുണ്ട്, കുരുമുളക്, ഈ ജലദോഷം മുതലായവ വരാതിരിക്കുവാനായിട്ടൊക്കെ കുരുമുളക് ഇടുന്നവരുണ്ട്. അന്നിങ്ങനെ കുറേ മരുന്നുകളൊക്കെ ഇട്ട് എണ്ണ കാച്ചി വെക്കാറുണ്ട്. അപ്പോൾ കാച്ചിയ എണ്ണ കൊണ്ട് കുളിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കിവിടെ നിന്നും കിട്ടി. അപ്പോൾ വീണ്ടും പറയുകയാണ്, 3 പറഞ്ഞു. വയറ് കായണം, വെയിൽ കായണം, എണ്ണ കായണം. 4മത്തേത് വെള്ളം കായണം. അതായത് ചൂടുവെള്ളം, ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ, മിതമായ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ശരീരത്തിൽ ഈ ചൂടുവെള്ളം, എണ്ണ തേച്ച ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ചർമ്മത്തിൽ നിന്ന് എണ്ണ പോകാനും സഹായിക്കും, ഉള്ള എണ്ണ അകത്തേക്ക് അത് പുഷിയാനും സഹായിക്കും. കുറേ കൂടുതലായിട്ട് അതിലേക്ക് വിഷയമുണ്ട്, അത് നമ്മൾ അറിയേണ്ടതില്ല. കാരണം ആചാര്യന്മാർ പറഞ്ഞാൽ കേട്ടാൽ മതിയല്ലോ, കൂടുതൽ ചോദിക്കേണ്ടല്ലോ. ആചാര്യന്മാർ വൈദ്യശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വിഷയങ്ങളാണ് ഇതൊക്കെ. ഇനി ചില ആൾക്കാർ ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലമില്ല, ചെറുപ്പത്തിലേ ശീലിച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്, മാറ്റാൻ നിൽക്കണ്ട. ഇപ്പോൾ പുതിയ തലമുറയിൽ വരുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നതിനെ നാം അഡോപ്റ്റ് ചെയ്യാം, അതും കൂടി നാം ശീലിച്ചു പോകാം എന്നുള്ള ഒരു ഇൻഫർമേഷനായിട്ട് ഇതിനെ കണ്ടാൽ മതി. 5മത്തേത് വളരെ ഒരു നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചീവക്കായ് പൊടി. ചീവക്കായ. ഇപ്പോൾ ചീവക്കാപ്പൊടി ഇന്ന് ഷിക്കാക്ക പൊടി എന്ന പേരിൽ വരികയാണ്. ഇന്ന് ഷാംപൂ ഉപയോഗിക്കുകയാണ്. ഒരിക്കലും അരുത്. ചീവയ്ക്കാപ്പൊടി ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ രക്തഓട്ടം ശരീരത്തിൽ വർദ്ധിക്കും, ചർമ്മവ്യാധി അകലും, താരൻ നീങ്ങും എന്നിങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ നാം എല്ലാവരും ഇന്ന് ഓർഗാനിക് കെമിസ്ട്രി അറിയാമല്ലോ, കെമിസ്ട്രിയിലുള്ള എല്ലാ കോമ്പൗണ്ടുമായിട്ട് ഉള്ള കോമ്പൗണ്ട്സൊക്കെ ഉള്ള ഒരു കെമിക്കൽ
വിഷയങ്ങളെ ഷാംപൂ പോലെ മുതലായ വിഷയങ്ങൾ ഉപയോഗിച്ച് ശീലിച്ച് പോയതാണ്. അല്ലാതെ മനുഷ്യന് ഇത് നല്ലതാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന തോന്നലില്ല. പക്ഷേ ശീലത്തിൽ ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ ഒരു ബ്രഷ് കൊടുത്തു, പേസ്റ്റ് ഇങ്ങനെ തേച്ചു. അതായത് അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്നത് പോലെ അത്രയും തേച്ചിട്ടാണ് വായിക്കകത്ത് വെച്ച് തേപ്പിച്ച് ശീലിക്കുന്നത്. അപ്പോൾ ആ ശീലത്തെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പോലും അഡ്വർടൈസ്മെൻറ്റിലൂടെ കാണിച്ചു തരികയാണ്. ആ ബ്രഷിൽ മുഴുവനായിട്ടും അങ്ങ് തേക്കുകയാണ്. അപ്പോൾ അത് ശീലത്തിലൂടെ വന്ന ഒരു വിഷയമാണ്. ആയതിനാൽ ഈ ഷാംപൂ കെമിക്കൽ പ്രോഡക്ട്സ് മാക്സിമം ഒഴിവാക്കി ചീവയ്ക്ക പൊടി, ഷിക്കാക്കായ് പൊടി ഉപയോഗിച്ച് അഭ്യംഗം സ്നാനം ചെയ്യുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇത് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.